മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ് സ്വർഗാതിസ്വർഗത്തിൽ വാഴുന്ന സത്യദൈവവും നിത്യജീവനുമായ യേശു ക്രിസ്തുവിൻ്റെ അനശ്വരമായ നാമത്തിൽ ഞങ്ങളെ കേൾക്കുന്ന എല്ലാവർക്കും സ്നേഹവന്ദനങ്ങൾ. സമാധാന പ്രഭുവായ യേശു ക്രിസ്തുവിൽ നിന്നുള്ള സമാധാനം നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ നിറയട്ടെ. ഈ വീഡിയോ കഴിഞ്ഞ ആഴ്ചയിൽ പുറത്തു വരേണ്ടതായിരുന്നു. ഇതിൻ്റെ ഡാറ്റയെല്ലാം ശേഖരിച്ച് സ്ക്രിപ്റ്റെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് സാക്ഷി അപ്പോളജറ്റിക്സ് നെറ്റ്വർക്കിൻ്റെ ആന്ധ്രയിലെയും തെലുങ്കാനയിലെയും മുന്നണി പോരാളിയായ ബ്രദർ പ്രവീൺ പഗഡാല ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച വിവരമറിയുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഫ്യൂണറലിൽ പങ്കെടുക്കാനായി ഞാനും അജീഷ് ബ്രദറും ഷിജുമോൻ ബ്രദറും കൂടി ഹൈദരാബാദിലേക്ക് പോയി. പിന്നെ തിരിച്ചു വന്നതിന് ശേഷമാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ദുഃഖ സംഭവം നടന്നില്ലായിരുന്നെങ്കിൽ കഴിഞ്ഞ ആഴ്ച തന്നെ ഈ വീഡിയോ ഇറങ്ങുമായിരുന്നു. ഞാനിത് പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ, ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നാം ആറിത്തണുത്ത വിഷയത്തെപ്പറ്റിയാണല്ലോ വീഡിയോ ചെയ്തിരിക്കുന്നതെന്ന്. അതുകൊണ്ട് പറഞ്ഞതാണ്. ദൈവം അനുവദിച്ചാൽ പ്രവീൺ ബ്രദറിനെ കുറിച്ച് ഒരു വീഡിയോ ഇതിന് പുറകെ ചെയ്യണം എന്നാഗ്രഹമുണ്ട്. അതുകൊണ്ട് ഹൈദരാബാദിൽ പോയപ്പോൾ കണ്ട കാര്യങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിൽ ഒന്നും പറയുന്നില്ല. നമുക്കൊരു വീഡിയോയിലെ വിഷയത്തിലേക്ക് കടക്കാം. കഴിഞ്ഞ 2 ആഴ്ചയായി ഇസ്രായേൽ സൈന്യം ഗാസയിൽ സൈനിക പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ്. 6 ആഴ്ചത്തെ വെടിനിർത്തൽ കരാർ നീട്ടാനുള്ള ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും അഭ്യർത്ഥനകൾ തള്ളിക്കളഞ്ഞുകൊണ്ട് ഗാസയെ വീണ്ടും രക്തക്കളമാക്കിയ ഹമാസിനെതിരെയുള്ള ഇസ്രായേലിൻ്റെ സൈനിക നടപടിയിൽ ഗാസയിലെ 2 മുതിർന്ന ഹമാസ് നേതാക്കളായ ഇസ്മായിൽ ബർഹൂമും സലാഹ് അൽ ബർദാവിലും കൊല്ലപ്പെടുകയുണ്ടായി. 2025 മാർച്ച് 23 ഞായറാഴ്ച രാത്രി തെക്കൻ ഗാസ മുനമ്പിലുള്ള ഖാൻ യൂനിസിലെ നസർ ആശുപത്രിയുടെ സർജിക്കൽ വിഭാഗത്തിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഹമാസിൻ്റെ രാഷ്ട്രീയ ബ്യൂറോയിലെ മുതിർന്ന അംഗമായ ഇസ്മായിൽ ബർഹൂം കൊല്ലപ്പെടുന്നത്. ആക്രമണത്തിൻ്റെ ഫലമായി ആശുപത്രിയുടെ സർജിക്കൽ കെട്ടിടത്തിൽ വലിയ തീപിടുത്തമുണ്ടായി. ഹമാസിലെ ഒരു പ്രധാന വ്യക്തിയായിരുന്നു ഇസ്മായിൽ ബർഹൂം. ഹമാസിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുകയും ഇസ്രായേലിനെതിരായ ഭീകരാക്രമണങ്ങൾക്കായി ഹമാസിൻ്റെ സൈനിക വിഭാഗമായ അൽ-ഖസം ബ്രിഗേഡിന് ഫണ്ട് സ്വരൂപിക്കുകയും ചെയ്തിരുന്ന ഭീകരനായിരുന്നു കൊല്ലപ്പെട്ട ഇസ്മായിൽ ബർഹൂം. മാർച്ച് 18 ഇസ്രായേൽ കൊലപ്പെടുത്തിയ ഹമാസ് നേതാവും ഗാസ പ്രധാനമന്ത്രിയുമായിരുന്ന ഇസാം ദാലിസിൻ്റെ പിൻഗാമിയായി തിരഞ്ഞെടുക്കപ്പെട്ട ആളായിരുന്നു ഇസ്മായിൽ ബർഹൂം. അതായത് ഗാസയിലെ പുതിയ ഹമാസ് പ്രധാനമന്ത്രിയെയാണ് IDF ഹൂറികളുടെ അടുത്തേക്ക് വിട്ടത് എന്ന് ചുരുക്കം. ഒരാഴ്ചയ്ക്കുള്ളിൽ ഹമാസിൻ്റെ 2 പ്രധാനമന്ത്രിമാരെ ഹൂറികളുടെ അടുക്കലേക്ക് പറഞ്ഞു വിടാനുള്ള അവസരം കിട്ടിയതിൽ IDFന് വളരെ സന്തോഷമുണ്ടാകും എന്നെനിക്കുറപ്പുണ്ട്. ഗാസ മുനമ്പിലെ ഹമാസിൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ഒരു നിർണായക വ്യക്തിയായിരുന്നു ഇസ്മായിൽ ബർഹൂം എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ബർഹൂമിനെ എലിമിനേറ്റ് ചെയ്തത് ഇപ്പോഴത്തെ അവസ്ഥയിൽ വളരെ വലിയ തിരിച്ചടിയാണ് ഹമാസിനുണ്ടാക്കുക. സേവ് ഗാസ എന്നും പറഞ്ഞ് ലോകമെമ്പാടും നിന്ന് പിരിക്കുന്ന ഫണ്ടുകൾ നേരിട്ട് ഹമാസിൻ്റെ സൈനിക വിഭാഗത്തിലേക്ക് കൈമാറാൻ പറ്റില്ല. അന്താരാഷ്ട്ര തലത്തിൽ അത് ഹമാസിന് വളരെയധികം ക്ഷീണമുണ്ടാക്കും. ഗാസയിൽ കഷ്ടപ്പെടുന്നവരെ സഹായിക്കാൻ വേണ്ടിയാണ് ആളുകൾ പണം കൊടുക്കുന്നത്, അല്ലാതെ ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടി ഹമാസിന് ആയുധങ്ങൾ വാങ്ങാനല്ല. അതുകൊണ്ട് തന്നെ സേവ് ഗാസ വഴി സാധാരണ ജനങ്ങളിൽ നിന്നും വ്യവസായ പ്രമുഖരിൽ നിന്നും പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും രാഷ്ട്രങ്ങളിൽ നിന്നൊക്കെ ലഭിക്കുന്ന സംഭാവനകൾ നേരിട്ട് അൽ-ഖസം ബ്രിഗേഡിൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയാൽ പിന്നീട് സേവ് ഗാസ എന്നും പറഞ്ഞു ചെന്നാൽ പാശ്ചാത്യ രാജ്യങ്ങൾ അവർക്ക് സംഭാവനകൾ നൽകില്ല. അതറിയാവുന്നതുകൊണ്ട് ഹമാസ് വളഞ്ഞു മൂക്ക് പിടിക്കുകയാണ് ചെയ്യുക. ഗാസയിൽ ചാരിറ്റി വർക്കുകളും മറ്റും ചെയ്യുന്ന ആയിരക്കണക്കിന് കടലാസ് സന്നദ്ധ സംഘടനകളുണ്ട്. അന്വേഷിച്ചു ചെന്നാൽ അത്തരം സംഘടനകളെയൊന്നും നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റില്ല. അവ കടലാസിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഫണ്ടുകൾ പാശ്ചാത്യരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഈ സന്നദ്ധ സംഘടനകളുടെ അക്കൗണ്ടുകളിലേക്ക് മാറ്റുന്നതാണ് ഇതിൻ്റെ ആദ്യത്തെ പടി എന്ന് പറയുന്നത്. ആ സന്നദ്ധ സംഘടനകളുടെ വലിയ വലിയ പ്രൊജക്റ്റുകളൊക്കെ കടലാസിലുണ്ടാകും കേട്ടോ.
അവിടെ ഓരോരോ ചാരിറ്റി വർക്കുകൾ, അല്ലെങ്കിൽ ബിൽഡിങ്ങുകൾ, ഹോസ്പിറ്റലുകൾ പണിയുന്നു, അല്ലെങ്കിൽ ഓർഫനേജ് പണിയുന്നു, അല്ലെങ്കിൽ സ്കൂളുകൾ പണിയുന്നു, അങ്ങനെ പലതും. അങ്ങനെയൊക്കെയുള്ള വലിയ വലിയ പ്രൊജക്റ്റുകളൊക്കെ ഉണ്ടാവും, കോടിക്കണക്കിന് പണം ചെലവഴിക്കേണ്ടുന്ന വിധത്തിലുള്ള പ്രൊജക്റ്റുകൾ. അങ്ങനെ ഇത്തരം പ്രൊജക്റ്റുകൾക്ക് വേണ്ടി ആ ചാരിറ്റി സംഘടനകളുടെ അക്കൗണ്ടിൽ വരുന്ന പണത്തിൻ്റെ 1% താഴെ മാത്രം ഗാസയിൽ ചാരിറ്റി വർക്കുകൾക്ക് ചെലവാക്കുകയും ബാക്കി 99% വരുന്ന തുക ആ അക്കൗണ്ടുകളിൽ നിന്ന് ഹമാസിൻ്റെ സൈനിക വിഭാഗമായ അൽ-ഖസം ബ്രിഗേഡിലേക്ക് ഇവർ മാറ്റുകയും ചെയ്യും. രേഖകളിൽ ആ പണം മുഴുവൻ ചെലവാക്കിയിരിക്കുന്നത് ഗാസയിലെ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കും. എന്നാൽ യഥാർത്ഥത്തിൽ ആ പണം പോകുന്നത് ഹമാസിന് വേണ്ടി ആയുധങ്ങൾ വാങ്ങിക്കൂട്ടാനും, ആയുധങ്ങൾ ഭൂമിക്കടിയിൽ സംഭരിച്ചു വയ്ക്കാനും, ടണലുകൾ നിർമ്മിക്കാനും, ഇസ്രായേലിനെതിരായ ഭീകരാക്രമണങ്ങൾ നടത്താനൊക്കെ വേണ്ടിയാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ പണം യഥാർത്ഥത്തിൽ ചെലവഴിക്കുന്നത്. അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങളുടെ ബുദ്ധികേന്ദ്രം ഈ ഇസ്മായിൽ ബർഹൂം ആയിരുന്നു. പ്രത്യേകിച്ച് 2023 ഒക്ടോബറിൽ ആരംഭിച്ച യുദ്ധത്തിൽ ഹമാസിൻ്റെ സൈനിക ശേഷി നിലനിർത്തുന്നതിൽ ഇസ്മായിൽ ബർഹൂം ഒരു പ്രധാന പങ്ക് വഹിച്ചിരുന്നു. അതുകൊണ്ടാണ് 2024 ബർഹൂമിന് മേൽ ഉപരോധം ഏർപ്പെടുത്താൻ യൂറോപ്യൻ യൂണിയൻ തീരുമാനിച്ചത്. 6 വ്യക്തികളെയും 3 സ്ഥാപനങ്ങളെയും ഉപരോധത്തിൻ്റെ പട്ടികയിലേക്ക് ചേർക്കുന്നതായുള്ള കൗൺസിൽ ഓഫ് ദ യൂറോപ്യൻ യൂണിയൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ അംഗവും ഹമാസ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അസോസിയേഷൻ്റെ തലവനുമായ ഇസ്മായിൽ ബർഹൂം 400 ചാരിറ്റികൾക്ക് മേൽനോട്ടം വഹിക്കുകയും, 1-2 അല്ലാട്ടാ, 400 ചാരിറ്റികൾക്ക് മേൽനോട്ടം വഹിക്കുകയും ഹമാസിന് ഫണ്ട് നൽകുകയും ചെയ്യുന്നു എന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. 400 ചാരിറ്റികൾക്ക് നേതൃത്വം വഹിക്കുന്നു അതിൻ്റെ. അപ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇതേപോലെ വേറെയും കുറേ ആൾക്കാരുണ്ട്, അവരുടെ കീഴിൽ ഇതുപോലെ കുറേ ചാരിറ്റി ഓർഗനൈസേഷൻസ് ഒക്കെ ഉണ്ട്, അതിൻ്റെയൊക്കെ നേതൃത്വം അവർക്കാണ്. ഇതൊന്നും യഥാർത്ഥത്തിൽ അവിടെ ഒന്നിനും ഉപകരിക്കുന്നില്ല. അവിടെ ആ പണം ഉപയോഗിക്കുന്നതേ ഇല്ല വാസ്തവത്തിൽ. ചുമ്മാ ആളുകളെ പറ്റിക്കാൻ വേണ്ടി, കണക്കിൽ കാണിക്കാൻ വേണ്ടി മാത്രമാണ്. ഈ പണമെല്ലാം നേരെ പോകുന്നത് ഹമാസിൻ്റെ അക്കൗണ്ടുകളിലേക്കാണ്. അതുകൊണ്ടാണ് യൂറോപ്യൻ യൂണിയൻ ഈ പുള്ളിനെ ബാൻ ചെയ്തത്. മനസ്സിലായോ? ഗാസയിലെ ഹമാസിൻ്റെ ഭരണത്തിനും തന്ത്രപരമായ തീരുമാനമെടുക്കലിനും ഉത്തരവാദപ്പെട്ട 19 അംഗങ്ങൾ ചേർന്നതാണ് ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ. ഗാസയിലെ സാമ്പത്തിക പ്രവർത്തന ചട്ടക്കൂടിൽ ഹമാസിൻ്റെ തന്ത്രപരമായ ഒരു റോൾ ഉണ്ടായിരുന്നുകൊണ്ട് ഹമാസിൻ്റെ പൊളിറ്റിക്കൽ ബ്യൂറോയിലെ മുതിർന്ന അംഗമായ ബർഹൂമിന്, ഇസ്മായിൽ ബർഹൂമിന് ഹമാസിൽ ഗണ്യമായ പ്രാധാന്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ അയാളെ ലക്ഷ്യം വെച്ചതും. വളരെ റിസ്ക് എടുത്തിട്ടാണ് ഇസ്രായേൽ അയാളെ കൊന്നത്. ഏതായാലും ഹമാസിൻ്റെ പൊളിറ്റിക്കൽ ബ്യൂറോയിലെ 19 പേരിൽ 9 പേരെയും, ചില കണക്കുകൾ അനുസരിച്ചിട്ട് 11 പേരെയും, ചിലർ 9, ചിലർ 11 പേര്, അപ്പോൾ അത്രയും ആളുകളെ ഇസ്രായേൽ ഹൂറികളുടെ അടുത്തേക്ക് വിട്ടിട്ടുണ്ടെന്നുള്ളത് സമാധാനകാംക്ഷികളായ എല്ലാവർക്കും വളരെയധികം സന്തോഷം തരുന്നൊരു വാർത്തയാണ്. ഗാസയുടെ സമ്പദ് വ്യവസ്ഥയും അടിസ്ഥാന സൗകര്യങ്ങളും തകർന്നിരിക്കുന്ന, അല്ലെങ്കിൽ തകർന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തന്നെ ഹൂറികളുടെ അടുത്തേക്ക് ഇസ്മായിൽ ബർഹൂമിനെ ഇസ്രായേൽ സൈന്യം പറഞ്ഞു വിട്ടത് ഗാസയിലേക്കുള്ള, അല്ലെങ്കിൽ ഹമാസിന് വേണ്ടിയുള്ള ധനസഹായ പ്രവാഹങ്ങളെ തടസ്സപ്പെടുത്തുമെന്നുറപ്പാണ്. ഇത് ഹമാസിൻ്റെ സൈനിക പ്രവർത്തനങ്ങളെ ദുർബലപ്പെടുത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാൻ ഹമാസിന് ആയുധങ്ങൾ വേണം. പ്രധാനമായും ഇറാനാണ് അവർക്ക് ആയുധങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത്. ഇറാൻ്റെ അവസ്ഥ ഇപ്പോൾ അധോഗതി ആയിരിക്കുന്നതുകൊണ്ട് അവിടെ നിന്ന് ഇനി ആയുധങ്ങൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. പിന്നെയുള്ളത് ഖത്തറാണ്. എന്നാൽ ഖത്തറിൻ്റെ ഹമാസ് പിന്തുണയെ ഇസ്രായേലും അമേരിക്കയും കൂടുതൽ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതുകൊണ്ട് അവിടെ നിന്നും സഹായങ്ങൾ കിട്ടില്ല എന്നുള്ളതും ഉറപ്പാണ്. മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ നിന്ന് ആയുധങ്ങൾ കിട്ടണമെങ്കിൽ പണം നന്നായി തന്നെ ഒഴുക്കേണ്ടി വരും. ആയുധങ്ങൾ അവിടെ വാങ്ങാമെന്നേ ഉള്ളൂ. അതിനി ഗാസയിലേക്ക് എത്തിക്കണമെങ്കിൽ അതിന് ചിലവ് വേറെയാണ്. വളരെയധികം റിസ്ക്കാണ്. കാരണം ഇസ്രായേൽ കടലിലും കരയിലും ഒക്കെ ഇസ്രായേലിൻ്റെ കണ്ണുണ്ട്. അതൊക്കെ കണ്ണൊക്കെ വെട്ടിച്ചിട്ട് വേണം ഇവിടെ എത്താൻ. ഏതായാലും ഇവർക്ക് പണം ഇല്ലെങ്കിൽ ആയുധങ്ങൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ് എന്നറിയാവുന്നത് കൊണ്ടാണ് ഇസ്രായേൽ സൈന്യം ഒരു ആശുപത്രിക്കകത്തായിരുന്നിട്ടും ഇസ്മായിൽ ബർഹൂമിനെ ഹൂറികളുടെ അടുക്കിലേക്ക് പറഞ്ഞുവിടാൻ ഒട്ടും മടി കാണിക്കാതിരുന്നത്. വല്ലപ്പോഴുമൊക്കെ മാളത്തിൽ നിന്ന് തല പുറത്തേക്കിട്ട് ഇസ്രായേൽ സൈനികർക്ക് നേരെ വെടിവെച്ചുകൊണ്ട് ഞങ്ങൾ ചത്തിട്ടില്ലടാ, ഇപ്പോഴും ജീവനോടെ തന്നെ ഉണ്ട്
എന്ന് കാണിച്ചു കൊടുത്ത് നമ്മുടെ നാട്ടിലെ ഈ അടുപ്പുകൂട്ടി ചർച്ചക്കാരെയൊക്കെ സന്തോഷിപ്പിക്കുന്ന ഹമാസ് ഭീകരന്മാരുടെ ആ കലാപരിപാടി പോലും ഇനിയുള്ള ദിവസങ്ങളിൽ തടസ്സപ്പെടുമെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ പറഞ്ഞ പിടികിട്ടിയോ? അത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇട്ടുള്ള പെരിച്ചാഴികളാണ്, ഒക്കെ പെരിച്ചാഴികളാണ്. മാളത്തിനകത്ത് ഒളിച്ചിരിക്കും. മാളത്തിനകത്ത് അല്ലെങ്കിൽ പിന്നെ സിവിലിയൻസിൻ്റെ കെട്ടിടങ്ങളിൽ കയറി ഒളിച്ചിരിക്കും. അങ്ങനെയുള്ള ഭീരുക്കളാണ് ഇവർ. എന്നാലും ഇടയ്ക്കൊക്കെ ഒന്ന് പൊന്തി വന്നിട്ട് ഇപ്പോഴും ചത്തിട്ടില്ലടാ, ജീവനോടെ തന്നെ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി 2 വെടി വയ്ക്കും. വെടിവെച്ച് അങ്ങനെ തന്നെ മുങ്ങും. ചിലപ്പോൾ ആ വെടി വയ്ക്കുന്നേക്കാൾ മുമ്പേ ഇസ്രായേൽ അവിടെ മിസൈലിട്ട് അവരെ കൊല്ലും. ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ എന്തായാലും അവർ 2 വെടിയെങ്ങാനും ഇസ്രായേൽ സൈനികർക്ക് നേരെ വെച്ചാൽ ഇവിടെ അടുപ്പുകൂട്ടി ചർച്ചക്കാരൊക്കെ വളരെ ഉഷാറാവും. അവർക്ക് എനർജി കിട്ടി, ബൂസ്റ്റ്. ഭയങ്കര സംഭവമാണ്. പിന്നെ എന്താണ് അവർ പോരാളികൾ, ധീര പോരാളികൾ, അവർ പിന്മാറിയിട്ടില്ല, അവർ വിട്ടുകൊടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഈ അടുപ്പുകൂട്ടി ചർച്ചക്കാർ വലിയ ആവേശം കാണിക്കാറുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ അതിനുള്ള സാധ്യതയും കുറവാണ്. കാരണം ഇവർക്കുള്ള ആയുധ സപ്ലൈ അതൊന്നും ഇനി വരാൻ പോകുന്നില്ല. അതാണ് അവസ്ഥ. ഈ ഇസ്മായിൽ ബർഹൂമിനെ ഹൂറികളുടെ അടുത്തേക്ക് പറഞ്ഞയച്ച അതേ ദിവസം തന്നെ ഇസ്രായേൽ സൈനികർ ഹമാസിൻ്റെ നേതൃനിരയിലെ വേറൊരു പുള്ളിയെ കൂടി ഹൂറികളുടെ അടുത്തേക്ക് അയച്ചിട്ടുണ്ട്. ആ ഭീകരനെ കുറിച്ച് ഞാനൊന്ന് പറയാം. 2025 മാർച്ച് 23 ഹമാസിൻ്റെ പൊളിറ്റിക്കൽ ബ്യൂറോയിലെ മുതിർന്ന നേതാവും പ്രമുഖ പലസ്തീൻ നിയമസഭാംഗവുമായ സലാഹ് അൽ ബർദാവിൽ തെക്കൻ ഗാസ മുനമ്പിൽ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഖാൻ യൂനിസിന് പടിഞ്ഞാറുള്ള അൽ മവാസി പ്രദേശത്താണ് ആക്രമണം നടന്നത്. റമദാൻ 23 രാത്രിയിൽ ബർദാവിലും ഭാര്യയും അവരുടെ ടെൻറ്റ് ഷെൽട്ടറിൽ പ്രാർത്ഥിക്കുന്ന സമയത്തായിരുന്നു ഇസ്രായേൽ ബോംബിട്ട് കൊന്നത്. ഇതിനെ വഞ്ചനാപരമായ സയനിസ്റ്റ് കൊലപാതകമെന്നും ഭീരുത്വപരമായ ആക്രമണമെന്നും ഹമാസ് അപലപിച്ചതാണ് ഇതിലേറ്റവും വലിയ കോമഡി. 2023 ഒക്ടോബർ 7 ഹമാസ് എന്തായിരുന്നു ചെയ്തതെന്നുള്ള കാര്യം അവർ മറന്നുപോയെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അവർ ചെയ്ത കാര്യങ്ങളെ, ഭീരുത്വപരമായിട്ടും വഞ്ചനാപരമായിട്ടും അവർ ചെയ്ത കാര്യങ്ങളെ ഇസ്രായേൽ ചെയ്തതായിട്ട് അവർ ആരോപിക്കുന്നത്. കാരണം ഇവർ ഒക്ടോബർ 2023 ഒക്ടോബർ 7 ഇസ്രായേലിലേക്ക് കടന്നു കയറി ആക്രമിക്കുമ്പോൾ യുദ്ധ സാഹചര്യം ഇല്ല, അവിടെ യുദ്ധമില്ല, തികച്ച സമാധാനാന്തരീക്ഷമാണ്. ആ സമയത്താണ് ഹമാസ് ഇങ്ങനൊരു പണി കാണിച്ചത്. അതാണ് ഭീരുത്വം, അതാണ് വഞ്ചന, അതാണ് ചതി. എന്നാൽ ഇസ്രായേൽ ഇവിടെ ബോംബിട്ടിട്ട് ഈ പുള്ളിനെ കൊന്നല്ലോ, അത് യുദ്ധസമയത്താണ്. മനസ്സിലായോ? യുദ്ധ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. യുദ്ധ സാഹചര്യത്തിൽ ശത്രു സൈനികരെ മാത്രമല്ല അതിൻ്റെ നേതാക്കന്മാരെ, അതിൻ്റെ ബ്രെയിനായിട്ടിരിക്കുന്ന ആളുകളെ, അതിൻ്റെ പുറകിലുള്ള ആ ബുദ്ധികേന്ദ്രങ്ങളൊക്കെ കൊല്ലും, സ്വാഭാവികമാണ്. അതാണ് ഇസ്രായേൽ ചെയ്തത്. അതിന് അവർ വഞ്ചനാപരമായ പരിപാടി, ഭീരുത്വം എന്നൊക്കെ പറയുമ്പോൾ ആലോചിച്ച് നോക്കിയാൽ ഇവന്മാർക്കൊക്കെ ഉളുപ്പെന്ന് പറയുന്നത് ഇവരുടെ 7 അയലത്ത് കൂടി പോയിട്ടില്ല. അങ്ങനത്തെ ടീമുകളാണ് ഇവർ. 1959 ഖാൻ യൂനിസ് അഭയാർത്ഥി ക്യാമ്പിലാണ് സലാഹ് അൽ ബർദാവിൽ ജനിച്ചത്. നല്ല വിദ്യാഭ്യാസമുള്ള വ്യക്തിയായ അദ്ദേഹം കെയ്റോ സർവകലാശാലയിൽ നിന്ന് അറബി ഭാഷയിൽ ബിരുദവും പലസ്തീൻ സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദവും അതേ മേഖലയിൽ PhDയും നേടിയിട്ടുണ്ട്. ബർദാവിൽ ഒരു അധ്യാപകൻ, സർവകലാശാല ലെക്ചറർ, പത്രപ്രവർത്തകൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ആളായിരുന്നതുകൊണ്ട് തന്നെ ഈ ഹമാസിനൊക്കെ വേണ്ടിയിട്ട് PRO വർക്ക് നടത്തിയിരുന്നത്, പല അഭിമുഖങ്ങൾ ഇവർക്ക് വേണ്ടി കൊടുത്തിരുന്നത്, ഇവരുടെ ആശയപരമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഒരു താത്വിക ആചാര്യനായിരുന്നു പുള്ളി, താത്വികാചാര്യൻ. ഹമാസിൻ്റെ ഒരു കുമാരപിള്ള സാറായിരുന്നു ഈ ബർദാവിൽ. ഇയാൾ 1996 ഗാസയിലെ ഹമാസിൻ്റെ ആദ്യത്തെ ഔദ്യോഗിക മാധ്യമ സ്ഥാപനമായ അൽ റിസാല സ്ഥാപിക്കുകയും അതിൻ്റെ എഡിറ്റർ ഇൻ ചീഫായി സേവനമനുഷ്ഠിക്കുകയും യാസർ അറഫാത്തിൻ്റെ പലസ്തീൻ അതോറിറ്റിയുടെ നയങ്ങൾക്കെതിരായി ഫ്രം ദ സ്ട്രീറ്റ്സ് ഓഫ് ദ ഹോംലാൻഡ് എന്ന വിമർശനാത്മക കോളം എഴുതുകയും ചെയ്തു പോകുന്ന ആളാണ് ആ റിസാലയിൽ, അൽ റിസാലയിൽ. 1990കളുടെ തുടക്കത്തിൽ ബർദാവിൽ ഹമാസിൽ ചേരുകയും ഒരു പ്രധാന പൊളിറ്റിക്കൽ ഫിഗറായി മാറുകയും ചെയ്തു. 2006 പലസ്തീൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ബർദാവിൽ 2018 പാർലമെൻറ്റ് പിരിച്ചുവിടുന്നതുവരെ സേവനമനുഷ്ഠിച്ചു. വിദേശ ബന്ധങ്ങൾ കൈകാര്യം ചെയ്യുകയും രാഷ്ട്രീയ മേൽനോട്ട സമിതികളിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്തു. ഹമാസിനകത്ത് മാധ്യമ വകുപ്പിൻ്റെ തലവനും ദേശീയ വിഭാഗീയ ബന്ധങ്ങളുടെ പ്രതിനിധി എന്നിവയുൾപ്പെടെ നിരവധി ഉയർന്ന പദവികൾ അദ്ദേഹം വഹിക്കുകയുണ്ടായി. 2023 ഒക്ടോബർ മുതൽ കൊല്ലപ്പെട്ട 9ാമത്തെയോ അല്ലെങ്കിൽ 11ാമത്തെയോ ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ അംഗമാണ് ബർദാവിൽ. ഗാസയിലെ IDFൻ്റെ സൈനിക പ്രവർത്തനങ്ങൾ നല്ല ചിട്ടയായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഹമാസ് ഗാസ സിറ്റി ബ്രിഗേഡിൻ്റെ ചീഫ്,
ഡെപ്യൂട്ടി കമാൻഡർ അഹമ്മദ് സൽമാൻ അൽവുജ് ഷിമാലിയും ഷജായിലെ ബറ്റാലിയൻ കമാൻഡറായ ജാമിൽ ഒമർ ജാമിൽ വാദിയയും ഉൾപ്പെടെ മറ്റ് ഹമാസ് നേതാക്കന്മാരെയൊക്കെ കൃത്യമായ ഇടവേളകളിൽ IDF ഹൂറികളുടെ അടുക്കിലേക്ക് പറഞ്ഞു വിടുന്നുമുണ്ട്. കഴിഞ്ഞ ആഴ്ചയുടെ തുടക്കത്തിൽ ഹമാസ് സർക്കാരിൻ്റെ തലവൻ എസാം ധാലിസ്, ആഭ്യന്തര സുരക്ഷാ മേധാവി മഹ്മൂദ് അബു വത്ഫ തുടങ്ങിയവരും കൊല്ലപ്പെട്ടു. ആഴ്ചയുടെ അവസാനമായപ്പോൾ ഇസ്മായിൽ ബർഹൂമും സലാഹ് അൽ ബർദാവിലും കൊല്ലപ്പെട്ടു. ഇസ്രായേൽ നൽകുന്ന ചിത്രം വളരെ വ്യക്തമാണ്, അല്ലെങ്കിൽ ഇസ്രായേൽ നൽകുന്ന മെസ്സേജ് വളരെ വ്യക്തമാണ്. ഹമാസിൻ്റെ നേതൃത്വത്തെ മുഴുവൻ ഞങ്ങൾ ഉന്മൂലനം ചെയ്യും എന്നുള്ളതാണത്. നേതൃത്വത്തെ മാത്രമല്ല, ഹമാസിനെ മൊത്തത്തിൽ ഞങ്ങൾ ഇല്ലാതാക്കി കളയും. അതാണ് ഇസ്രായേൽ നൽകുന്ന സന്ദേശം. ഈ ഇസ്മായിൽ ബർഹൂം ഹമാസിൻ്റെ സാമ്പത്തികവും സൈനികപരവുമായ പ്രവർത്തനങ്ങളുടെ നട്ടെല്ലായിരുന്നെങ്കിൽ സലാഹ് അൽ ബർദാവിൽ ഹമാസിൻ്റെ രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രപരവുമായ സ്തംഭമായിരുന്നു. അതിനെ രണ്ടിനെയുമാണ് ഇസ്രായേൽ സൈന്യം ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതാക്കിയത്. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചതിൻ്റെ കാരണം ഇതൊന്നുമല്ല കേട്ടോ, വേറെയാണ്. 6 ആഴ്ചത്തെ വെടിനിർത്തലിന് ശേഷം യുദ്ധം പുനരാരംഭിച്ചത് മുതൽ ഹമാസിൻ്റെ പല നേതാക്കളെയും ഇസ്രായേൽ ഹൂറികളുടെ അടുക്കിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അപ്പോഴൊന്നും അതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോയും ചെയ്തിട്ടില്ല. ആകെ യഹിയ സിൻവാറിൻ്റെ കൊലപാതകത്തെക്കുറിച്ചും പിന്നെ അതിനേക്കാളൊക്കെ മുമ്പ് ഇറാനിൽ വെച്ച് ഇവരുടെ നേതാവിനെ തട്ടിയതില്ലേ, ഇങ്ങനെയുള്ള ഈ 2 കാര്യങ്ങളെ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളൂ. അല്ലാണ്ട് വേറെ ഇതേപോലത്തെ രണ്ടാം കിടയിലുള്ള കുറേ നേതാക്കന്മാർ, ഒന്നാം കിടയിലുള്ള നേതാക്കന്മാരൊക്കെ പോയി, പിന്നെ സ്വാഭാവികമായിട്ട് രണ്ടാം കിടയിലുള്ളവരാണല്ലോ ഒന്നാം നിരയിലേക്ക് വരിക. അപ്പോൾ അങ്ങനെയുള്ള കുറേ എണ്ണത്തിനെ തട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ അതൊന്നും വീഡിയോ ചെയ്തിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നതിന് വേറൊരു കാരണമുണ്ട്. ഈ ഇസ്മായിൽ ബർഹൂമിനെ ഇസ്രായേൽ സൈന്യം വധിച്ചത് ഖാൻ യൂനിസിലെ നസർ ഹോസ്പിറ്റലിൽ വെച്ചാണെന്ന് പറഞ്ഞല്ലോ. ഗസയിലെ ആരോഗ്യ മന്ത്രാലയം ആ ആക്രമണത്തെ ഹീനമായ കുറ്റകൃത്യം എന്ന് അപലപിക്കുകയുണ്ടായി. ഒരു ആരോഗ്യ സംരക്ഷണ കേന്ദ്രത്തെ ലക്ഷ്യമിട്ട് അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയതെന്ന് ഗാസൻ ആരോഗ്യ മന്ത്രാലയം പറഞ്ഞു. ഇത് ലോകമെങ്ങുമുള്ള ഹമാസ് സപ്പോർട്ടേഴ്സ് ഏറ്റെടുത്തിരിക്കുകയാണ്. ഇസ്രായേൽ മനുഷ്യാവകാശ ലംഘനം നടത്തിയിരിക്കുന്നു എന്നാണ് ഇക്കൂട്ടർ പറയുന്നത്. ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് എക്സിൽ ഞാൻ ചർച്ച നടത്തുകയുണ്ടായി. അതുപോലെ ഫേസ്ബുക്കിലും ഇങ്ങനെയുള്ള കൂട്ടരെ ഞാൻ കണ്ടു. അവർ പറയുന്ന വാദം എന്താണെന്ന് വെച്ചാൽ, ഇസ്രായേൽ ഈ ഇൻ്റർനാഷണൽ ഹ്യൂമാനിറ്റേറിയൻ ലോ അല്ലെങ്കിൽ IHL അത് ലംഘിക്കുകയാണ്. യുദ്ധമേഖലയിലെ ഒരു ആശുപത്രിക്കുള്ളത് സിവിലിയൻ സ്റ്റാറ്റസാണ്. യുദ്ധത്തിൽ ആക്രമിക്കേണ്ടത് സൈനികർ തമ്മിലായിരിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും സൈനികർ അല്ലെങ്കിൽ സൈനിക താവളങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളതാണ് ആക്രമിക്കേണ്ടത്. അല്ലാതെ സിവിലിയൻസിനെ ആക്രമിക്കാൻ പാടില്ല, സിവിലിയൻസിൻ്റെ കെട്ടിടങ്ങളെയും ആക്രമിക്കാൻ പാടില്ല. ഇതാണ് അന്താരാഷ്ട്ര നിയമം. അപ്പോൾ ഹോസ്പിറ്റലിനെ ആക്രമിച്ചപ്പോൾ ആ നിയമമാണ് ഇസ്രായേൽ ലംഘിച്ചിരിക്കുന്നത്. ഇസ്രായേൽ യുദ്ധക്കുറ്റം ചെയ്തിരിക്കുന്നത് കൊണ്ട് ഇസ്രായേൽ നേതാക്കളെയെല്ലാം അന്താരാഷ്ട്ര കോടതിയിൽ വിചാരണ നടത്തണമെന്നൊക്കെയാണ് ഹമാസ് സപ്പോർട്ടേഴ്സ് തള്ളിമറിക്കുന്നത്. അവർ പറയുന്നതിൽ ഒരു ഭാഗം ശരിയാണ്. അന്താരാഷ്ട്ര മനുഷ്യാവകാശ കരാർ അനുസരിച്ച് യുദ്ധമേഖലകളിലുള്ള ആശുപത്രികൾക്കും മറ്റ് ഏത് ആരോഗ്യ കേന്ദ്രങ്ങൾക്കും ഉള്ളത് സിവിലിയൻ സ്റ്റാറ്റസാണ്. അവ സംരക്ഷിക്കപ്പെടണം, സിവിലിയൻസിൻ്റേതായതുകൊണ്ട്. ഏത് ആശുപത്രി, ആരോഗ്യ കേന്ദ്രങ്ങളൊക്കെ സംരക്ഷിക്കപ്പെടേണ്ടവയാണ്. അതുകൊണ്ട് തന്നെ ആശുപത്രികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആയുധപ്രയോഗങ്ങളൊന്നും നടത്താൻ പാടില്ലാത്തതാണ്. അതൊക്കെ സത്യമാണ്. പക്ഷേ ഇത് മാത്രമേ ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നവർ കാണുന്നുള്ളൂ. എന്നാൽ അതേ അന്താരാഷ്ട്ര മനുഷ്യാവകാശ കരാറിൽ യുദ്ധമേഖലകളിലെ ആശുപത്രികൾക്ക് സിവിലിയൻ സ്റ്റാറ്റസ് നഷ്ടപ്പെടാം എന്നുകൂടി പറയുന്നുണ്ട്. മനസ്സിലായോ? സിവിലിയൻ സ്റ്റാറ്റസ് ഇല്ലാതായി തീരാം എന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണ് അവയുടെ സിവിലിയൻ സ്റ്റാറ്റസ് നഷ്ടപ്പെടുക? ഈ ആശുപത്രികൾ, അതായത് സിവിലിയൻ സ്റ്റാറ്റസോടുകൂടി സംരക്ഷിക്കപ്പെടുന്ന ആശുപത്രികൾ സൈനിക ആവശ്യങ്ങൾക്കോ സൈനിക ലക്ഷ്യങ്ങൾ സംരക്ഷിക്കുന്നതിനോ ഉപയോഗിച്ചാൽ അവയ്ക്ക് ഈ സംരക്ഷണം നഷ്ടപ്പെടാം. അതിൻ്റെ ഉദാഹരണവും അവർ പറയുന്നുണ്ട്. അതായത് ഒരു ആശുപത്രി ആക്രമണം നടത്തുന്നതിനുള്ള ഒരു താവളമായി, അല്ലെങ്കിൽ ഒരു ആയുധ ഡിപ്പോയായിട്ട്, അല്ലെങ്കിൽ ആരോഗ്യമുള്ള സൈനികരെ, പോരാളികളെയൊക്കെ ഒളിപ്പിക്കാനായി ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ സിവിലിയൻ സ്റ്റാറ്റസ് നഷ്ടപ്പെടും. പിന്നീടത് ആക്രമണ ലക്ഷ്യമായി തീരും. മനസ്സിലായോ? ടാർജറ്റാണ് പിന്നീട് അത് ആക്രമിക്കാനുള്ള ടാർജറ്റായിട്ട് മാറും. എന്ന് വെച്ചാൽ യുദ്ധത്തിൽ ഒരു കൂട്ടർ
ആശുപത്രിയോ സ്കൂളോ മറ്റ് സിവിലിയൻ സ്റ്റാറ്റസുള്ള കെട്ടിടങ്ങളോ അവരുടെ സൈനിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയും അവയെ നശിപ്പിക്കുന്നത് മറ്റേ കൂട്ടർക്ക്, അതിൻ്റെ എതിരാളികളായിരിക്കുന്ന ആളുകൾക്ക് സൈനികമായ നേട്ടം നൽകുകയും ചെയ്താൽ, ആശുപത്രിയാകട്ടെ സ്കൂളാകട്ടെ അതല്ലാതെ വേറെ ഏത് സിവിലിയൻ ബിൽഡിംഗ് ആകട്ടെ, അത് നിയമാനുസൃതമായിട്ട് മിലിറ്ററി ടാർഗറ്റായിട്ട് അല്ലെങ്കിൽ സൈനിക ലക്ഷ്യമായി മാറും. അവയെ ആക്രമിക്കാം. അത് അന്താരാഷ്ട്ര മനുഷ്യാവകാശ കരാറിനെതിരല്ല. മനസ്സിലായോ? ഇൻ്റർനാഷണൽ ഹ്യൂമാനിറ്റേറിയൻ ലോ ഉണ്ടല്ലോ, ആ നിയമത്തിനെതിരല്ല അത്. അങ്ങനെയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. യുദ്ധം ചെയ്യുന്ന പട്ടാളക്കാർ ആരും തന്നെ സിവിലിയൻ സ്റ്റാറ്റസ് ഉള്ള കെട്ടിടങ്ങളിൽ ഒളിച്ചിരിക്കാനോ അവിടെ നിന്ന് ആക്രമിക്കാനോ അവിടെ ആയുധങ്ങൾ ഒളിപ്പിച്ചു വെക്കാനോ പാടുള്ളതല്ല. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ ആ നിമിഷം മുതൽ ആ കെട്ടിടങ്ങളുടെ സിവിലിയൻ സ്റ്റാറ്റസ് നഷ്ടപ്പെടുകയും മറുഭാഗത്തുള്ളവർക്ക് ആ കെട്ടിടങ്ങൾ ആക്രമിച്ച് നശിപ്പിക്കുകയും ചെയ്യാം. അപ്പോൾ ഹമാസ് എന്താണ് ചെയ്തത്, അല്ലെങ്കിൽ എന്താണ് ചെയ്യുന്നത്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവർ ഗാസയിലെ ആശുപത്രികളെയും സ്കൂളുകളെയും മറയാക്കിക്കൊണ്ട് ഇസ്രായേൽ സൈനികർക്ക് നേരെ ആക്രമണം നടത്തുകയാണ്. മാളത്തിൽ ഒളിച്ചിരിക്കാത്ത ഹമാസിൻ്റെ പല നേതാക്കന്മാരും ഒളിച്ചിരിക്കുന്നത് ഹോസ്പിറ്റലുകളിലും അതുപോലെ സ്കൂളുകളിലും അഭയാർത്ഥി ക്യാമ്പുകളിലും മറ്റുമാണ്. അവർ ആയുധങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുന്നത് സിവിലിയൻ സ്റ്റാറ്റസ് ഉള്ള കെട്ടിടങ്ങളിലാണ്, അല്ലെങ്കിൽ ആ കെട്ടിടങ്ങളുടെ അടിയിൽ അതിനുവേണ്ടി സ്റ്റോർ റൂമൊക്കെ പണിതിരിക്കുക, വലിയ സ്റ്റോറേജ് ഹൗസൊക്കെ പണിതിരിക്കുക, എന്നിട്ട് അതിനകത്ത് ഇതൊക്കെ വെച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഈ ആശുപത്രികൾക്കുള്ളിൽ ഡോക്ടർമാർ ഓപ്പറേഷൻ നടത്തും, സർജറികൾ അത് നടത്തുന്നത് നമുക്കറിയാം. ഗാസയിലെ ആശുപത്രികളിലും ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. പക്ഷെ അത് നടത്തുന്നത് ഡോക്ടർമാരല്ല, നമുക്കറിയാവുന്ന തരത്തിലുള്ള ഓപ്പറേഷനുമല്ല, അത് മിലിറ്ററി ഓപ്പറേഷനാണ്. മനസ്സിലായോ? ഗാസയിലെ ഹോസ്പിറ്റലുകളിൽ ഹമാസ് ഇസ്ലാമിക ഭീകരന്മാർ മിലിറ്ററി ഓപ്പറേഷൻസാണ് നടത്തുന്നത്, അല്ലാതെ നമ്മുടെയൊക്കെ ആശുപത്രികളിൽ നടക്കുന്ന തരത്തിലുള്ള ഓപ്പറേഷൻസ് അല്ല. ഗാസയിലെ ആശുപത്രികളിൽ നിന്ന് ഇസ്രായേലിലേക്ക് സർജിക്കൽ സ്ട്രൈക്കുകളാണ് അവർ നടത്തുന്നത്. അതായത് ഇൻ്റർനാഷണൽ ഹ്യൂമാനിറ്റേറിയൻ ലോയ്ക്ക് ഒരു വിലയും കൊടുക്കാതെ അതിനെ നഗ്നമായി ലംഘിച്ചുകൊണ്ടിരിക്കുന്നത് ഹമാസാണ്. എന്നിട്ട് അതേ ഹമാസിനെ പിന്തുണയ്ക്കുന്നവർ പറയുകയാണ് ഇസ്രായേൽ ഇൻ്റർനാഷണൽ ഹ്യൂമാനിറ്റേറിയൻ ലോ ലംഘിച്ചു എന്ന്. ഇതിനെയാണ് അക്ഷരം തെറ്റാതെ ഉളുപ്പില്ലായ്മ എന്ന് വിളിക്കുന്നത്. മനസ്സിലാകുന്നുണ്ട്? ഇതാണ് ഉളുപ്പില്ലായ്മ. ഹമാസ് ഭീകരന്മാരുടെ തലവൻ ഖാൻ യൂനിസിലെ നസർ ആശുപത്രിയെ ഒളിത്താവളമാക്കി ഉപയോഗിക്കുന്നു എന്ന ഇൻ്റലിജൻസ് വിവരം കിട്ടിയതോടെ ആശുപത്രിയെ ആക്രമിക്കാൻ ഇസ്രായേൽ സൈന്യം തീരുമാനിച്ചു. അത് നടപ്പിൽ വരുത്തിയപ്പോൾ പോലും എത്ര മര്യാദയ്ക്കാണ് അവർ ചെയ്തതെന്ന് ഹമാസ് സപ്പോർട്ടേഴ്സിന് മനസ്സിലായിട്ടില്ല. ദിവസങ്ങൾക്ക് മുമ്പ് ഹമാസിൻ്റെ കടുംപിടുത്തം കാരണം വെടിനിർത്തൽ തകർന്നതിനെ തുടർന്ന് ഇസ്രായേൽ ആക്രമണം പുനരാരംഭിച്ചതോടെ ഈ നസർ ആശുപത്രി ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു. ആക്രമണത്തിൽ മുറിവേറ്റ ആളുകളും അവരുടെ ബന്ധുക്കളുമൊക്കെയായി ജനസമുദ്രമാണ് ആ ആശുപത്രിയിൽ ഉണ്ടായിരുന്നത്. അത്രയധികം ആളുകൾ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇസ്മായിൽ ബർഹൂം തൻ്റെ ഒളിത്താവളമായി നസർ ആശുപത്രിയെ തെരഞ്ഞെടുത്തത്. കാരണം അവിടേക്ക് മിസൈൽ അയച്ച് ഇസ്രായേൽ സൈന്യം ഈ ഇസ്മായിൽ ബർഹൂമിനെ കൊന്നാൽ ബർഹൂം മാത്രമല്ല, കൂടെ ധാരാളം സിവിലിയൻസും കൊല്ലപ്പെടും. മനസ്സിലായോ? കാരണം അത്രയധികം ജനങ്ങളുണ്ട്, ജനസമുദ്രമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇടത്തേക്ക് ഒരു മിസൈലൊക്കെ അയച്ചു കഴിഞ്ഞാൽ അത് ഒരാൾ മാത്രമല്ല, കുറേ പേര് ചാവും. ഹമാസിനു വേണ്ടി കുഴലൂതുന്നവന്മാർ അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേലിനെതിരെ അതൊരു ആയുധമായി ഉപയോഗിക്കും. അതുകൊണ്ട് ഇസ്രായേൽ ആശുപത്രിക്ക് നേരെ ആക്രമണം നടത്തില്ല എന്നായിരുന്നു ഹമാസ് നേതൃത്വം ചിന്തിച്ചത്. എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് 2023 ഒക്ടോബർ 7 ശേഷം നാട്ടുകാരെന്ത് പറയുന്നു എന്നുള്ളത് അവർക്കൊരു വിഷയമേ അല്ല. മനസ്സിലായോ? നാട്ടുകാരെന്ത് പറയുന്നുള്ളതൊന്നും വിഷയമൊന്നുമല്ല. യാതൊരു പ്രകോപനവുമില്ലാതെ 2023 ഒക്ടോബർ 7 ഹമാസ് തങ്ങളെ ആക്രമിച്ച് മനുഷ്യത്വരാഹിത്യത്തിൻ്റെ അങ്ങേയറ്റത്തോളം ചെന്ന് എല്ലാ ക്രൂരതകളും പൈശാചികതകളും തങ്ങളുടെ പൗരന്മാർക്കെതിരെ പുറത്തെടുത്തപ്പോൾ ഒറ്റൊരാൾ ഹമാസിനെതിരെ സംസാരിക്കാനുണ്ടായില്ല. മനസ്സിലായോ? തങ്ങളുടെ 250-ലധികം പൗരന്മാരെ തട്ടിയെടുത്തു കൊണ്ടുപോയി ഗാസൻ മുസ്ലിങ്ങൾ ബന്ദികളാക്കിയപ്പോഴും ലോകരാജ്യങ്ങൾ പറഞ്ഞില്ല ബന്ദികളെ സ്വതന്ത്രരാക്കൂ എന്ന്. ഇസ്രായേലിനോട് യുദ്ധം നിർത്താൻ പറയുന്നതല്ലാതെ പലസ്തീൻ മുസ്ലിങ്ങളോട് ബന്ദികളെ തിരിച്ചു കൊടുത്ത് നിങ്ങൾ യുദ്ധം അവസാനിപ്പിക്കാനുള്ള വഴി നോക്ക് എന്ന് ലോകരാജ്യങ്ങൾ പറയാത്തിടത്തോളം കാലം ലോകരാജ്യങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ഇസ്രായേൽ ഒരു വിലയും കൊടുക്കാൻ പോകുന്നില്ല.
അതുകൊണ്ട് അവർ ഹമാസ് നേതാവ് ഒളിത്താവളമാക്കിയിരിക്കുന്ന നസർ ഹോസ്പിറ്റലിനെ ആക്രമിക്കാൻ തീരുമാനിച്ചു. ഇസ്രായേൽ സൈന്യം സാധാരണഗതിയിൽ ഇത്തരം ഓപ്പറേഷനുകൾ നടത്തുമ്പോൾ ചെയ്യാറുള്ളത് ചുറ്റുപാടുമുള്ളവർക്ക് അപകടം കുറയ്ക്കാൻ പരമാവധി ശ്രമിക്കുക എന്നുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ആശുപത്രിയോ സ്കൂളോ അഭയാർത്ഥി കേന്ദ്രങ്ങളോ പോലുള്ള സ്ഥലങ്ങളിൽ ആയുധങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നറിഞ്ഞ് അവയെ ആക്രമിക്കാൻ പോകുമ്പോൾ ഇസ്രായേൽ ഈ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുക്കും. ചിലത് ഫോൺ വിളിച്ച് പറയും, ചിലത് ലീഫ്ലെറ്റുകൾ വിതറും, ചിലത് നോക്ക് ഓൺ ദ റൂഫ് എന്ന് പറയുന്ന ഇതുണ്ട്. അതായത് ചെറിയ മിസൈൽ ആ കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് വിടും. ആർക്കും അപകടമൊന്നും ഉണ്ടാവില്ല. മിസൈൽ വന്ന് വീഴുമ്പോൾ തന്നെ കെട്ടിടത്തിനകത്തുള്ളവർക്കറിയാം ഇനി കുറച്ച് കഴിയുമ്പോൾ വലിയ മിസൈൽ വീഴും. അവരെല്ലാം ഇറങ്ങി ഓടി പുറത്തേക്ക് പോകും. അങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ ഹമാസിൻ്റെ ആൾക്കാർ തോക്കും പിടിച്ച് ഇവിടെ നിൽക്കും, കയറാകത്തേക്കെന്നും പറഞ്ഞിട്ട്. കാരണം ഇവരെല്ലാം അതിനകത്ത് കൊല്ലപ്പെടണം, എന്നാലേ ഹമാസിന് ഇരവാദക്കരച്ചിൽ നടത്തി നാട്ടുകാരുടെ മുമ്പിൽ തണ്ടി കാശുണ്ടാക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ അവരങ്ങനെ ചെയ്യും. ഈ സാധാരണക്കാരും രോഗികളും ആരോഗ്യ പ്രവർത്തകരും വിദ്യാർത്ഥികളൊക്കെ ഉണ്ടാകുമെന്നുള്ളത് കൊണ്ട് തന്നെ. എന്നാൽ ഇസ്മായിൽ ബർഹൂമിനെ വധിക്കാനുള്ള ആക്രമണത്തിൽ മുന്നറിയിപ്പുകൾ കൊടുക്കാൻ പറ്റില്ല. കാരണം അവിടെ ആയുധങ്ങളല്ല സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്, ഒരു വ്യക്തിയാണ് അവിടെ ഒളിച്ചിരിക്കുന്നത്. അവരോടൊക്കെ പുറത്തിറങ്ങാൻ പറഞ്ഞ് മുന്നറിയിപ്പ് കൊടുത്ത ആളുകളുടെ കൂട്ടത്തിൽ ഇസ്മായിൽ ബർഹൂമും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകും. അപ്പോൾ അതുകൊണ്ട് മുന്നറിയിപ്പൊന്നും കൊടുക്കാൻ പറ്റില്ല. അപ്രതീക്ഷിതമായിട്ട് അയാളെ ആക്രമിക്കണം, അതാണ് വേണ്ടത്. പക്ഷെ അങ്ങനെ ചെയ്താൽ ആശുപത്രിയിലെ നിരപരാധികളായ അനേകർ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട്. ലോകത്തെ വേറെ ഏതൊരു രാജ്യത്തെ സൈന്യമായിരുന്നാലും ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ ഒന്നുകിൽ ആ ആശുപത്രി മുഴുവനായിട്ടോ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ തകർത്ത് കളയും. ഇയാൾ എവിടെയാണോ ഇരിക്കുന്നത് ആ ഭാഗത്തുള്ള ബിൽഡിങ്ങുകൾ മൊത്തം തകരുന്ന രീതിയിലുള്ള മിസൈലൊക്കെ വിട്ടിട്ടാണ് ഇതാക്കുക. കാരണം ഒരു കാരണവശാലും തങ്ങൾ ലക്ഷ്യം വെച്ച ശത്രു രക്ഷപ്പെട്ടു പോകരുത് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അവരാരും റിസ്ക് എടുക്കാൻ തയ്യാറാവില്ല. ചിലപ്പോൾ അങ്ങനെ രക്ഷപ്പെട്ടു പോയതിന് ശേഷം ഇയാൾ ആദ്യത്തെക്കാളും വലിയ അപകടകാരിയായിട്ട് മാറും. ഒളിവിലിരുന്നു കൊണ്ട് ഇതൊക്കെ നിയന്ത്രിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടാകരുതെന്ന് വെച്ചിട്ട് എങ്ങനെയായാലും അയാളെ തട്ടിക്കളയാനുള്ള കാര്യമാണ് ചെയ്യുക. എന്നാൽ ഇസ്രായേൽ എങ്ങനെയാണ് ഇസ്മായിൽ ബർഹൂമിനെ വധിച്ചതെന്നറിയാമോ? അതിൻ്റെ ഫോട്ടോസും വീഡിയോസും കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. IDF ഇപ്പോൾ ഒരു പുതിയ തന്ത്രം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. കെട്ടിടങ്ങൾ മൊത്തമായിട്ട് ആക്രമിക്കുന്നതിന് പകരം നിർദ്ദിഷ്ടമായ ഭാഗങ്ങൾ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് ആയുധം പ്രയോഗിക്കുക, അങ്ങനെയുള്ള ആയുധങ്ങൾ അവർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. മനസ്സിലായോ? ആ തന്ത്രമാണ് ഇസ്മായിൽ ബർഹൂമിൻ്റെ കാര്യത്തിൽ അവർ ഉപയോഗിച്ചത്. നസർ ആശുപത്രി കെട്ടിടത്തിനെ മൊത്തമായിട്ടോ ഭാഗികമായിട്ടോ ഒന്നും ഇസ്രായേൽ തകർത്തില്ല. കൃത്യമായ ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇസ്മായിൽ ബർഹൂം ഒളിവിൽ കഴിഞ്ഞിരുന്ന ആ മുറി ഏതാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി ആ മുറിയെ മാത്രമാണ് അവർ ടാർഗറ്റ് ചെയ്ത് ആക്രമിച്ചത്. അതിൻ്റെ താഴെയുള്ള നിലകൾക്കോ അതിൻ്റെ മുകളിലുള്ള നിലകൾക്കോ അല്ലെങ്കിൽ ഇസ്മായിൽ ബർഹൂം ഒളിച്ചിരുന്ന മുറിയുടെ ഇടത്തും വലത്തുമുള്ള മുറികൾക്കോ ഒന്നും യാതൊരു കേടുപാടും പറ്റിയിട്ടില്ല. കൃത്യമായിട്ട് ഇസ്മായിൽ ബർഹൂമിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് അയാളുടെ നേർക്കുള്ള മിസൈൽ ആക്രമണമായിരുന്നു അത്. ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആ മുറിയിൽ അവിടെ തീകത്തുന്നൊക്കെ ഉണ്ട്, പക്ഷേ ആ കെട്ടിടത്തിൻ്റെ ബാക്കിയുള്ളതിനൊന്നും ഒരു കേടും പറ്റിയിട്ടില്ല. ആ മുറി മാത്രമാണ് ആക്രമിക്കപ്പെട്ടത്. ആശുപത്രി നിറഞ്ഞു കവിഞ്ഞ ആൾക്കാരുണ്ടായിരുന്നിട്ടും ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ആകെ 2 പേരാണ്. ഒന്ന് ഇസ്മായിൽ ബർഹൂം, അടുത്തത് ആ മുറിയിലുണ്ടായിരുന്ന 2 ദിവസം മുമ്പ് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ 16 വയസ്സുള്ള ഒരു ആൺകുട്ടിയും. ആ പയ്യനെ മനുഷ്യകവചമായി ഹമാസ് ഉപയോഗിക്കുകയായിരുന്നു. മനസ്സിലായോ? അതുപോലുള്ള കുറേ ആൾക്കാരെയൊക്കെ അവരിങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. കാരണം നേതാവ് കൊല്ലപ്പെടുകയാണെങ്കിൽ വേറെ നിരപരാധികളായ കുറേ പേരും കൂടി കൊല്ലപ്പെടണം. അങ്ങനെയാണെങ്കിൽ ഈ നിരപരാധികളായ ആളുകളുടെ ഫോട്ടോയൊക്കെ കാണിച്ച് ലോക മനുഷ്യരുടെ മുമ്പിൽ കരയാം, മോങ്ങാം, നിലവിളിക്കാം, ഇരവാദക്കരച്ചിൽ നടത്താം, എന്നിട്ട് തെണ്ടാം. ഒരു നാണവും മാനവും ഇല്ലാതെ തെണ്ടി തിന്നാം. അതിനു വേണ്ടിയിട്ടാണ് ഇവരെയൊക്കെ മനുഷ്യകവചമായിട്ട് ഉപയോഗിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് സൈനിക ആവശ്യങ്ങൾക്കായി ആശുപത്രികൾ പോലെയുള്ള സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾ ഹമാസ് ചൂഷണം ചെയ്യുകയാണ്. സിവിലിയൻ സ്റ്റാറ്റസ് ഉള്ള കെട്ടിടങ്ങളൊക്കെ അവർ ഇതുപോലെ കയ്യേറുകയാണ്. അപ്പോൾ അത് അവസാനിപ്പിക്കണമെന്ന് പറയാൻ ഇന്ന് വരെ ഒരു മാനവികവാദിയുടെയും നാവ് പൊന്തിയിട്ടില്ല. ഈ വൃത്തികെട്ട പരിപാടി ഹമാസ് വർഷങ്ങളായി അവരുടെ യുദ്ധതന്ത്രത്തിൻ്റെ ഭാഗമായി നടപ്പിലാക്കി വരുന്ന ഒന്നാണ്. ഹമാസിൻ്റെ ഈ തന്ത്രം ഇസ്രായേലിൻ്റെ പ്രത്യാക്രമണശേഷിയെ എപ്പോഴും പരിമിതപ്പെടുത്തുന്നതായിരുന്നു, ലിമിറ്റ് ചെയ്യുന്നതായിരുന്നു. ഉദാഹരണത്തിന്, ആശുപത്രിയിൽ നിന്ന് ഹമാസ് ആക്രമണം നടത്തുമ്പോൾ ഇസ്രായേൽ തിരിച്ചടിച്ച് ആശുപത്രിയിൽ ആളപായം സംഭവിച്ചാൽ അത് ലോകശ്രദ്ധ ആകർഷിക്കുകയും ഇസ്രായേലിനെ മനുഷ്യാവകാശ ലംഘകരായി ചിത്രീകരിക്കാൻ ഹമാസിന് അവസരം നൽകുകയും ചെയ്യും. ഈ ഹമാസിനെ സംബന്ധിച്ച് ഇസ്രായേൽ ആക്രമണങ്ങളിൽ സിവിലിയന്മാർ മരിക്കുന്നത്
അവരുടെ പ്രചാരണത്തിന് വേണ്ടി, പ്രൊപ്പഗണ്ടയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. 2023 ഒക്ടോബർ 7 ഗാസൻ മുസ്ലിങ്ങളുടെ ഇസ്രായേൽ ആക്രമണത്തിനോടുള്ള ഇസ്രായേലിൻ്റെ പ്രത്യാക്രമണത്തിൽ ആശുപത്രികളിലും മറ്റ് സിവിലിയൻ കേന്ദ്രങ്ങളിൽ നടന്ന ആക്രമണങ്ങളുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിപ്പിച്ച് ഹമാസ് അന്താരാഷ്ട്ര പിന്തുണ വർദ്ധിപ്പിക്കുകയും ധാരാളം സാമ്പത്തിക സഹായം നേടിയെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫലത്തിൽ ഹമാസിൻ്റെ ഈ ഹീനതന്ത്രം ഇതൊരു ഹമാസിനെ സംബന്ധിച്ചൊരു വിൻ വിൻ സിറ്റുവേഷനാണ്. എങ്ങനെ നോക്കിയാലും വിൻ ചെയ്യാം, എങ്ങനെ നോക്കിയാലും ജയിക്കാം. മനസ്സിലായ? ഹമാസിന് എങ്ങനെ നോക്കിയാലും ലാഭം മാത്രമേ ഉള്ളൂ. ഇസ്രായേൽ പ്രത്യാക്രമണം നടത്തുകയാണെങ്കിൽ ഹമാസിന് ഇസ്രായേലിനെതിരെ പ്രചരണം നടത്താം. പിന്നെ ഈ കൊല്ലപ്പെട്ട ആൾക്കാരുടെ ചിത്രങ്ങൾ കാണിച്ച് ഇരവാദ കരച്ചിൽ നടത്തി ലോകത്തിൻ്റെ സഹതാപവും അതുവഴി കോടിക്കണക്കിന് ഡോളറുകൾ സംഭാവനയായിട്ട് നേടുകയൊക്കെ ചെയ്യാം. ഇനി ഇസ്രായേൽ തിരിച്ചടിച്ചില്ലെങ്കിലോ? ഇങ്ങനെയുള്ളതൊന്നും സംഭവിക്കേണ്ട എന്ന് വെച്ചിട്ട് ഹമാസ് ഇരവാദ കരച്ചിൽ നടത്തണ്ട, അതിനുള്ള അവസരം ഞങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്നും പറഞ്ഞ് തിരിച്ചടിച്ചില്ലെങ്കിൽ ഹമാസിന് ലാഭമാണ്. അപ്പോൾ സുരക്ഷിതമായിട്ട് ഹമാസിന് ഈ ആശുപത്രികളിലും സ്കൂളുകളിലും അഭയാർത്ഥി ക്യാമ്പുകളിലും ഒക്കെ ഇരുന്ന്, അല്ലെങ്കിൽ സിവിലിയൻ സ്റ്റാറ്റസ് ഉള്ള കെട്ടിടങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇസ്രായേലിലേക്ക് ആക്രമണങ്ങൾ തുടരാം, ഇസ്രായേലിലേക്ക് മിസൈലുകൾ വിട്ടുകൊണ്ടിരിക്കാം. എങ്ങനെ നോക്കിയാലും ഈ പരിപാടി ഹമാസിന് ലാഭമാണ്. എന്നാൽ ഇത് ഗാസയിലെ സിവിലിയൻസിനെ വലിയ അപകടത്തിലേക്ക് തള്ളിവിടുകയാണ്. അതുകൊണ്ട് ഹമാസ് ഈ അധാർമിക പ്രവൃത്തി നിർത്തണമെന്ന് പറയാൻ ഒരുത്തനുമില്ല. മനസ്സിലായോ? ഒറ്റൊരുത്തം പോലും ഇല്ല. ഹമാസ് ചെയ്യുന്നത് യുദ്ധക്കുറ്റമാണ്. ഹമാസിൻ്റെ നേതാക്കന്മാരെ യുദ്ധക്കുറ്റത്തിന് വിചാരണ ചെയ്യണം എന്നൊരാളും പറയില്ല. പക്ഷേ സ്വന്തം പൗരന്മാരുടെ സുരക്ഷയ്ക്ക് വേണ്ടി പോരാടുന്ന ഇസ്രായേൽ രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരിക്കെതിരെ യുദ്ധക്കുറ്റം ചുമത്തി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കാൻ ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട് വരെ രംഗത്തുണ്ട് താനും. ഈ ICC എന്നതിൻ്റെ ഫുൾ ഫോം പണ്ടൊക്കെ ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട് എന്നായിരുന്നെങ്കിൽ ഇപ്പോൾ അവരുടെ പരിപാടിയൊക്കെ കണ്ടിട്ട് ആരെങ്കിലും അവരെ ഇൻ്റർനാഷണൽ കോമഡി കോർട്ട് എന്ന് വിളിച്ചാൽ കുറ്റം പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മുമ്പൊക്കെ ഇസ്രായേൽ സൈന്യം ആശുപത്രിയിൽ ഹമാസിൻ്റെ നേതാക്കന്മാർ ഒളിച്ചിരിക്കുന്നുണ്ട് എന്നറിഞ്ഞാലും ആക്രമിക്കാതെ ഒഴിവാക്കി വിടുമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് ആഗോളതലത്തിൽ ഹമാസ് അവരുടെ പ്രൊപ്പഗണ്ടയ്ക്ക് വേണ്ടി ഉപയോഗിക്കുമെന്ന് വെച്ചിട്ട്. പക്ഷേ ഒക്ടോബർ 7 ഗാസൻ മുസ്ലിങ്ങളുടെ ആക്രമണത്തോടെ ഇസ്രായേൽ സൈന്യം അതൊക്കെ നിർത്തി. നാട്ടുകാരെന്ത് പറയുന്നുള്ളതെന്ന് അവർക്ക് വിഷയമല്ല, ലോകം എന്ത് പറയുന്നുള്ള വിഷയമല്ല. എവിടെ വെച്ച് കിട്ടിയാലും ഹമാസിൻ്റെ ആളുകളെ അവർ തട്ടിക്കളയുകയാണ്. ഹമാസിനെ നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇസ്രായേൽ കൂടുതൽ ആക്രമണാത്മകമായ സമീപനം സ്വീകരിച്ചതുകൊണ്ടാണ് 2023 നവംബറിൽ അൽ ഷിഫ ആശുപത്രിയിൽ ആക്രമണം നടത്തിയതും ഇപ്പോൾ അൽ നസർ ആശുപത്രിയിൽ ആക്രമണം നടത്തി ഇസ്മായിൽ ബർഹൂമിനെ തട്ടിക്കളഞ്ഞതും. 2023 ഒക്ടോബർ 7 ശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രി നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്. ഈ യുദ്ധം തുടങ്ങി വെച്ചത് ഹമാസാണ്, എന്നാൽ ഇത് അവസാനിപ്പിക്കാൻ പോകുന്നത് ഞങ്ങളായിരിക്കും, ഇസ്രായേലായിരിക്കുമെന്ന്. നെതന്യാഹു അത് വെറും വാക്ക് പറഞ്ഞതല്ല, മനസ്സിലായോ? വെറുതെ ചുമ്മാ ഡയലോഗ് അടിച്ചതല്ല. ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കുമ്പോൾ വേറെ പലതും കൂടി അവസാനിപ്പിച്ചിട്ടുണ്ടാകും. ഹമാസിനെ അവർ അവസാനിപ്പിക്കും, അതുപോലെ ഗാസയിലെ പലസ്തീനികളുടെ വാസവും അവർ അവസാനിപ്പിക്കും. ആ രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. ഈ ഗാസ എന്ന് പറയുന്നത് 1967 ജൂൺ 5 മുതൽ 10 വരെ നടന്ന 6 ദിവസത്തെ യുദ്ധത്തിൽ ഈജിപ്ത്, ജോർദാൻ, സിറിയ ഈ രാജ്യങ്ങളാണ് ഇസ്രായേലിനെതിരെ വന്നത്. ഈ 3 രാജ്യങ്ങളെയും ഇസ്രായേൽ പരാജയപ്പെടുത്തി. എന്നിട്ട് ഈജിപ്തിൽ നിന്ന് പിടിച്ചെടുത്താണ് ഈ ഗാസ മുനമ്പ്. ഈജിപ്തിൽ നിന്ന് ഗാസ മുനമ്പും സിനായ് മരുഭൂമിയും, ജോർദാനിൽ നിന്ന് വെസ്റ്റ് ബാങ്കും കിഴക്കൻ ജെറുസലേമും, സിറിയയിൽ നിന്ന് ഗോലാൻ കുന്നുകളും ഇസ്രായേൽ പിടിച്ചെടുത്തു. 1979 ഈജിപ്ത് ഇസ്രായേൽ സമാധാന ഉടമ്പടി, അത് ക്യാമ്പ് ഡേവിഡ് അക്വാർഡ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ആ ഉടമ്പടി പ്രകാരം സീനായ് മരുഭൂമി ഈജിപ്തിന് തിരികെ നൽകിയെങ്കിലും ഗാസ ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിൽ തന്നെ തുടരുകയായിരുന്നു. 1967 മുതൽ 2005 വരെ ഗാസ മുനമ്പ് ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു. അവിടെ ജൂത കുടിയേറ്റക്കാർ ഇഷ്ടം പോലെ താമസിച്ചിരുന്നു, അല്ലെങ്കിൽ സെറ്റിൽമെൻറ്റുകൾ, ജൂത സെറ്റിൽമെൻറ്റുകൾ അവിടെ ഉണ്ടായിരുന്നു. ആയിരക്കണക്കിന് ജൂതന്മാർ അവിടെ താമസിച്ചിരുന്നു. പ്രത്യേകം ശ്രദ്ധിക്കണം, 1967 മുൻപ് ഗാസ മുനമ്പ് ഈജിപ്തിൻ്റെ കൈവശമായിരുന്നപ്പോൾ ഇന്ന് പലസ്തീനികളെന്ന് പറഞ്ഞ് നടക്കുന്നവന്മാർക്ക് ആർക്കും ഒരു പ്രശ്നവുമില്ലായിരുന്നു. ഞങ്ങളുടെ ഭൂമി അന്യായമായി ഈജിപ്ത് കൈവശപ്പെടുത്തിയിരിക്കുകയാണെന്ന് ഒരൊറ്റ പലസ്തീനിയും അന്ന് പറഞ്ഞിരുന്നില്ല. മനസ്സിലായ? യാതൊരു പ്രകോപനവുമില്ലാതെ ഇസ്രായേലിനോട് യുദ്ധം പ്രഖ്യാപിച്ച ഗമാൽ അബ്ദുൽ നാസറിൻ്റെ ഈജിപ്തിൽ നിന്നും ഇസ്രായേൽ സൈനികർ ഗാസ പിടിച്ചെടുത്തതോടെ പലസ്തീനികളെന്ന് പറയുന്നവന്മാർ
കരയാൻ തുടങ്ങി, മോങ്ങാൻ തുടങ്ങി, നിലവിളിക്കാൻ തുടങ്ങി. ഇരവാദക്കരച്ചിൽ, ഗാസയുടെ മേൽ അവകാശവാദം ഉന്നയിച്ചുകൊണ്ടുള്ള മോങ്ങലായിരുന്നു. മനസ്സിലായോ? ഇത് ഗാസ ഞങ്ങളുടെയാണ്, പലസ്തീൻ്റെ മണ്ണാണെന്നും പറഞ്ഞ്. 1967 വരെ അവർക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഈജിപ്തിൻ്റെ കീഴിലായിരുന്നു. 2025 ഇസ്രായേൽ പ്രധാനമന്ത്രി ഏരിയൽ ഷാരോൺ ഗാസയിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറാൻ തീരുമാനിച്ചു. ഇതിൻ്റെ ഭാഗമായി ഏകദേശം 8000-ലധികം ജൂത കുടിയേറ്റക്കാരെ ഗാസയിൽ നിന്നും ഒഴിപ്പിച്ചു. 21 കുടിയേറ്റ കേന്ദ്രങ്ങൾ, അതായത് സെറ്റിൽമെൻറ്റുകൾ അവിടെ നിന്ന് പൊളിച്ചു നീക്കി. ഇസ്രായേൽ സൈന്യത്തെ പൂർണ്ണമായി പിൻവലിച്ചു. ഇത് ഏകപക്ഷീയമായ പിന്മാറ്റമായിരുന്നു കേട്ടോ. അതായത് പലസ്തീൻ അതോറിറ്റിയുമായിട്ട് ചർച്ച നടത്തി ഔദ്യോഗിക ഉടമ്പടികളൊന്നും ഉണ്ടാക്കാതെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കരാറുണ്ടാക്കി ആ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ പിന്മാറിയതൊന്നുമല്ല. സ്വന്തം ഇഷ്ടപ്രകാരം, അല്ലെങ്കിൽ ഏരിയൽ ഷാരോണിൻ്റെ ഇഷ്ടപ്രകാരം ഇസ്രായേൽ ഗാസയിൽ നിന്ന് പിന്മാറുകയായിരുന്നു. ഇസ്രായേൽ ഇതൊക്കെ ചെയ്തത് പലസ്തീനികൾക്കും ഇസ്രായേലികൾക്കും ഇടയിൽ സമാധാനം സ്ഥാപിക്കാനും ഗാസയെ പലസ്തീൻ അതോറിറ്റിക്ക് കൈമാറാനും വേണ്ടിയായിരുന്നു. അങ്ങനെ ഒരു കോ എക്സിസ്റ്റൻസ്, സമാധാനത്തോടു കൂടിയുള്ള ഒരു സഹവർത്തിത്വം, ആ ലക്ഷ്യത്തിലാണ് ഏരിയൽ ഷാരോൺ ഇതൊക്കെ ചെയ്തത്. പക്ഷേ ഗാസയിലുള്ളവർക്കേ സമാധാനം വേണ്ടായിരുന്നു. അവർക്കത് വേണ്ടായിരുന്നു. അവരെന്താ ചെയ്തതെന്ന് അറിയാമോ? അവർ പിന്നീട് വന്ന ഇലക്ഷൻ 2006, 2007 ആ സമയത്തുള്ള ഇലക്ഷനിൽ ഹമാസിനെ ജയിപ്പിച്ചു. പലസ്തീൻ അതോറിറ്റിയെ പരാജയപ്പെടുത്തി ഹമാസിനെ ജയിപ്പിച്ചു. 2007 ഹമാസ് ഗാസയുടെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്തു. പലസ്തീൻ അതോറിറ്റിയെ ഗാസയിൽ നിന്ന് പുറത്താക്കി. അതിനുശേഷം ഹമാസ് ഇസ്രായേലിനെതിരെ റോക്കറ്റ് ആക്രമണങ്ങൾ തുടങ്ങി. റോക്കറ്റ് ആക്രമണം, പിന്നെ അത് കൂടി മിസൈൽ ആക്രമണമൊക്കെ. അതിൻ്റെ അനന്തരഫലമായി ഇസ്രായേൽ ഗാസയിൽ ഉപരോധം ഏർപ്പെടുത്തി. 2008-ലും 2012-ലും 2014-ലും 2021-ലും പിന്നെ 2023 മുതൽ 3 ഒക്ടോബർ 7 മുതൽ ഈ നിമിഷം വരെ വലിയ വലിയ സംഘർഷങ്ങൾ ഗാസയിലുണ്ടായി. ഇപ്പോൾ ഗാസക്കാർ അനുഭവിക്കുന്നത് സ്വയം കൃത അനർത്ഥമാണ്. പലസ്തീൻ അതോറിറ്റിക്ക് തീവ്രത പോരാ എന്ന് തോന്നിയത് കൊണ്ടാണ് അവർ ഹമാസിനെ ഭരണമേൽപ്പിച്ചത്. ഇപ്പോൾ നല്ല തീവ്രതയുണ്ട്. സത്യം പറഞ്ഞാൽ 2005 ഏരിയൽ ഷാരോൺ ചെയ്തത് മണ്ടത്തരമായിരുന്നു. ഈജിപ്തിൽ നിന്നും പിടിച്ചെടുത്ത ഗാസ മുനമ്പ് ഈജിപ്തിനായിരുന്നു തിരിച്ചു കൊടുക്കേണ്ടിയിരുന്നത്, അല്ലാതെ പലസ്തീനികൾക്കായിരുന്നില്ല. ഗാസ ഈജിപ്തിൻ്റെ ഭാഗമായിരുന്നെങ്കിൽ അവിടെ നിന്ന് ഇസ്രായേലിലേക്ക് റോക്കറ്റുകളോ മിസൈലുകളോ ഒന്നും വരുമായിരുന്നില്ല. കാരണം 1979-ലെ ക്യാമ്പ് ഡേവിഡ് ഉടമ്പടി പ്രകാരം ഈജിപ്ത് ഇസ്രായേൽ സമാധാന ഉടമ്പടി, അത് ആ കരാർ നിലനിർത്തേണ്ട ഉത്തരവാദിത്വം ഈജിപ്തിനുണ്ട്, ഇസ്രായേലിനുണ്ട്, ഈജിപ്തിനുമുണ്ട്, രണ്ടു കൂട്ടർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈജിപ്തിൻ്റെ നിയന്ത്രണത്തിലുള്ള ഭൂപ്രദേശത്ത് നിന്ന് ഇസ്രായേലിലേക്ക് ആക്രമണങ്ങൾ വരാതെ നോക്കേണ്ടത് ഈജിപ്തിൻ്റെ കർത്തവ്യമാണ്. അവരത് ചെയ്യുമായിരുന്നു. മനസ്സിലായോ? അവർക്ക് കൊടുത്തിരുന്നെങ്കിൽ, ഈജിപ്തിന് കൊടുത്തിരുന്നെങ്കിൽ അവരത് ചെയ്യും. ഏതായാലും മേഖലയിലെ സംഘർഷം അവസാനിപ്പിക്കാനും സമാധാനം ഉണ്ടാകാനും വേണ്ടി ഇസ്രായേൽ 2005 ഗാസ മുനമ്പ് പലസ്തീനികൾക്ക് വിട്ടുകൊടുത്തു. അതിനുശേഷം ഇന്ന് വരെ ഗാസ ഇസ്രായേലിനൊരു തലവേദനയാണ്. ഇന്ന് വരെ ഒരു തലവേദനയാണ്. ഇപ്രാവശ്യം ഇസ്രായേൽ ആ തലവേദന അവസാനിപ്പിക്കും. പലസ്തീനികളെ ഗാസയിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷം ഗാസയെ ഇസ്രായേൽ ഏറ്റെടുക്കും. അത് ഇസ്രായേൽ രാഷ്ട്രത്തോട് ചേർക്കുമോ ഇല്ലയോ എന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. ചില രാഷ്ട്രീയക്കാർ, അവിടുത്തെ മന്ത്രിമാരടക്കമുള്ളവർ പറയുന്നുണ്ട് അനക്സ് ചെയ്യണം, അതായത് ഇസ്രായേലിനോട് കൂട്ടിച്ചേർക്കണം, ഇസ്രായേലിൻ്റെ അടുത്ത ഒരു പ്രവിശ്യയായിട്ട് ഈ ഗാസയെ ഇസ്രായേലിനോട് ചേർക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. ചിലപ്പോൾ അങ്ങനെയാകാം, അല്ലെങ്കിൽ അതിന് മുമ്പ് ചെയ്തതുപോലെ ഇപ്പോൾ 1967 മുതൽ 2005 വരെ ഇസ്രായേലിനോട് ഗാസയെ കൂട്ടിച്ചേർത്തിരുന്നില്ല. പ്രത്യേക പ്രദേശമായി നിർത്തിയിട്ട് യുദ്ധത്തിൽ പിടിച്ചെടുത്തതുകൊണ്ട് പ്രത്യേക പ്രദേശമായി പിടിച്ച് സൈനിക നിയന്ത്രണത്തിൽ അവിടെ ഭരണം നടത്തുകയായിരുന്നു. യുദ്ധത്തിൽ പിടിച്ചെടുക്കുന്ന ഭൂമി അങ്ങനെ വിട്ടുകൊടുക്കേണ്ട കാര്യമൊന്നുമില്ല യഥാർത്ഥത്തിൽ. ഇപ്പോൾ ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഉക്രൈൻ്റേത് പിടിച്ചെടുത്ത ഭൂമിയൊന്നും വിട്ടുകൊടുക്കില്ല എന്നാണ് റഷ്യ പറയുന്നത്. ലോകരാജ്യങ്ങൾക്ക് വല്ല പ്രശ്നമുണ്ടോ? ഉക്രൈനിൽ നിന്ന് പിടിച്ചെടുത്ത 1 ഇഞ്ച് ഭൂമി പോലും ഞങ്ങൾ വിട്ടുകൊടുക്കില്ല എന്ന് റഷ്യക്കാർ പറയുന്നു, അല്ലെങ്കിൽ വ്ളാദിമിർ പുടിൻ പറയുന്നു. ലോകരാജ്യങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നമില്ലാന്നേ. റഷ്യ തന്നെ അത് കയ്യിൽ വെച്ചോട്ടെ, ഞങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നമില്ലാന്ന് പറഞ്ഞു നിൽക്കുക. പക്ഷേ ഈജിപ്തുമായിട്ടുള്ള യുദ്ധത്തിൽ ഇസ്രായേൽ പിടിച്ചെടുത്ത ഗാസ അത് തിരിച്ചു കൊടുക്കണം. ഗാസ ഈജിപ്തുകാർക്കല്ലാട്ടാ, പലസ്തീനികൾക്ക് തിരിച്ചു കൊടുക്കണം. അതാണ് പറയുക. ഏതായാലും ഇനി അങ്ങനെയുള്ളൊരു മണ്ടത്തരം ഇസ്രായേൽ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇസ്രായേൽ ഈ പ്രദേശത്തെ വീണ്ടും തങ്ങളുടെ കീഴിലേക്ക് കൊണ്ടുവരും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഹമാസ് ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിയിരിക്കുകയാണ്. അതാണ് ചുരുക്കി പറയാനുള്ളത്. ഗാസക്കാർക്കും ഇതിൽ ഉത്തരവാദിത്വം ഉണ്ട്.
കിതാബിൽ പറഞ്ഞിരിക്കുന്ന യഹൂദ വിദ്വേഷം തലയ്ക്ക് പിടിച്ചതുകൊണ്ടാണ് അവർ പലസ്തീൻ അതോറിറ്റിയെ തള്ളിക്കളഞ്ഞിട്ട് ഹമാസിനെ ഭരണത്തിലേറ്റിയത്. അന്ത്യനാൾ വരുന്നതിന് മുമ്പ് നിങ്ങൾ ജൂതന്മാരെയെല്ലാം കൊന്നൊടുക്കുമെന്നുള്ള കള്ളപ്രവാചകൻ മുഹമ്മദിൻ്റെ വാക്കുകൾ സത്യമാണെന്നാണ് ലോകമെമ്പാടുമുള്ള ഈ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഇസ്രായേലിനെതിരെ പിന്നെയും ഇവന്മാർ ഈ ആക്രമണമൊക്കെ നടത്തുന്നത്. അപ്പോൾ ഗാസക്കാർ വിചാരിച്ചു പലസ്തീൻ അതോറിറ്റിയെ കൊണ്ട് അത് സാധിക്കില്ല, നമ്മുടെ നബിയുടെ പ്രവചനം യാഥാർത്ഥ്യമാക്കാൻ പലസ്തീൻ അതോറിറ്റിയെ കൊണ്ട് സാധിക്കില്ല, ഹമാസിനെ കൊണ്ടേ അത് സാധിക്കുമെന്ന് ഗാസക്കാർ വിചാരിച്ചു. അതുകൊണ്ട് അവർ ഹമാസിനെ ഭരണത്തിലേറ്റി. അതിൻ്റെ സുഖം ഇപ്പോൾ ഗാസക്കാർ നന്നായിട്ട് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ആ സുഖം കൂടിപ്പോയതുകൊണ്ട് 2025 മാർച്ച് 25-26 തീയതികളിൽ ഗാസയിൽ, പ്രത്യേകിച്ച് ബെയ്ത്ത് ലാഹിയ, ജബാലിയ, ഷിജയ എന്നിവിടങ്ങളിൽ ഹമാസിൻ്റെ ഈ 18 വർഷത്തെ ഭരണത്തിനും ഇസ്രായേലുമായുള്ള യുദ്ധത്തിനുമെതിരെ പലസ്തീനികൾ തന്നെ പ്രതിഷേധം നടത്തുകയുണ്ടായി. പലസ്തീനികൾ പ്രതിഷേധവുമായിട്ട് ഇറങ്ങി ഹമാസിനെതിരെ. ഇത് ആദ്യത്തെ സംഭവമാണ്. ഇസ്രായേലിനകത്ത് ഇസ്രായേലിനെതിരെ പ്രതിഷേധവുമായിട്ട് ഇറങ്ങുന്ന ആളുകളുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. ഇസ്രായേൽ അതിനുള്ള അനുമതി അവർക്ക് കൊടുത്തിട്ടുണ്ട്. കാരണം ഇസ്രായേൽ ഒരു ജനാധിപത്യ രാജ്യമാണ്, അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ്. ഭരണകൂടത്തിനെതിരെ പ്രതിഷേധിക്കാനുള്ള അവകാശം, അനുവാദമൊക്കെ അവിടെ ഉണ്ട്. അനുവാദമല്ല, അത് അവകാശമാണ്, ജനതയുടെ അവകാശമാണ്, അത് അവിടെ ഉണ്ട്. പക്ഷെ ഇതങ്ങനെയല്ലല്ലോ. ഇത് ഇസ്ലാമിൻ്റെ കീഴിലുള്ള ഏകാധിപത്യമായിട്ട് അടിച്ചമർത്തൽ ഭരണമാണ്. ഹമാസിനെതിരെ മിണ്ടാൻ സമ്മതിക്കില്ല. ആരെങ്കിലും മിണ്ടിക്കഴിഞ്ഞാൽ അവരെ കൊല്ലും. അതാണ് അവരുടെ സ്ഥിരം പരിപാടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും നാൾ മിണ്ടാതിരിക്കുകയായിരുന്നു ഇവർ. പക്ഷേ ഇപ്പോൾ സഹി കേട്ടിട്ട് ഇപ്പോൾ കുറേ ആളുകൾ രംഗത്തിറങ്ങി, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ. അവർക്കിത് വളരെ ബുദ്ധിമുട്ടായി. അവർ രംഗത്തിറങ്ങി. ഇസ്രായേലുമായുള്ള യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്നും ഹമാസ് അധികാരമൊഴിയണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ഈ പ്രതിഷേധങ്ങൾ. ഇത് റോയിട്ടേഴ്സും BBC-യും അസോസിയേറ്റഡ് പ്രസ്സുമൊക്കെ ഈ പ്രതിഷേധങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അടുപ്പുകൂട്ടി ചർച്ചക്കാർക്കൊക്കെ വലിയ അടിയായിരുന്നു ഈ പ്രതിഷേധം. മനസ്സിലായോ? അവർ ഹമാസ് അവിടെ ധീര പോരാളികളാണ്, പലസ്തീനികളുടെ ആത്മാഭിമാനത്തിന് വേണ്ടി പോരാടുന്നവരാണ്, പലസ്തീനികളുടെ ചങ്കാണ് ഹമാസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നിരുന്നവന്മാരാണല്ലോ അവർ. അപ്പോൾ ഹമാസിനെതിരെയുള്ള പ്രതിഷേധം ഈ ഗാസയിൽ തന്നെ ഉണ്ടായപ്പോൾ അടുപ്പുകൂട്ടി ചർച്ചക്കാർക്കൊക്കെ പിന്നെ എന്ത് ചെയ്യണമെന്നുണ്ട്. അൽ ജസീറയ്ക്ക് പോലും എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടായിരുന്നു, പിന്നെയാണോ അടുപ്പുകൂട്ടി ചർച്ചക്കാർ. എന്നാൽ ഈ പ്രതിഷേധത്തിന് ശേഷം എന്തുണ്ടായെന്നറിയാമോ? ഹമാസിനെതിരെയുള്ള പ്രതിഷേധത്തിന് നേതൃത്വം കൊടുത്ത ആളുകളെയെല്ലാം ഹമാസ് പീഡിപ്പിച്ചു കൊലപ്പെടുത്തുകയുണ്ടായി. വെറുതെ അങ്ങ് വെടിവെച്ച് കൊല്ലുക മാത്രമല്ല, ടോർച്ചർ ചെയ്ത്, അങ്ങേയറ്റം ടോർച്ചർ ചെയ്ത് പീഡിപ്പിച്ച് ഇഞ്ചിഞ്ചായി കൊല്ലുകയുണ്ടായി. അതിൽ ഉദയ് നാസർ അൽ റബായ് എന്ന 22-കാരനെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ച് പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയതിന് ശേഷവും ഇവരുടെ കലി അടങ്ങിയില്ല. ഇവർ മൃതദേഹം തലയ്ക്കടിച്ച് വികൃതമാക്കി. ഈ മൃതദേഹത്തെ വികൃതമാക്കുന്ന പരിപാടി മുഹമ്മദാണ് ഇവർക്ക് കാണിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. മുഹമ്മദിൻ്റെ മാതൃകയാണ് ഇവർ പിൻപറ്റുന്നത്. അപ്പം അങ്ങനെ ആ മരിച്ചതിന് ശേഷം അയാളുടെ തല അടിച്ച് പൊട്ടിച്ച് വികൃതമാക്കിയിട്ട് ഗാസയിലെ മറ്റുള്ളവർക്ക് ഒരു മുന്നറിയിപ്പായി അയാളുടെ വീടിൻ്റെ വാതിൽപ്പടിയിൽ കൊണ്ടുവച്ചു. തല അടിച്ച് തകർത്ത ആ ഡെഡ് ബോഡി ആ വീടിൻ്റെ വാതിൽപ്പടിയിൽ കൊണ്ടുവച്ചു. ഇസ്രായേലിനെ തീർക്കാൻ വേണ്ടി, തീവ്രതയോടുകൂടെ എളുപ്പത്തിൽ തീർക്കാൻ വേണ്ടി ഹമാസിനെ തിരഞ്ഞെടുത്തവന്മാർക്ക് ഇപ്പം കാര്യങ്ങളുടെ കിടപ്പുവശം നന്നായിട്ട് പിടികിട്ടുന്നുണ്ടാവും. എന്നെ കേൾക്കുന്ന മുസ്ലിങ്ങളെ, നിങ്ങളുടെ ഈ മതമുണ്ടല്ലോ, അത് ലോകത്തിന് മുഴുവൻ ശാപമാണ്. അത് ലോകത്തിന് മുഴുവൻ മാത്രമല്ല, നിങ്ങൾക്കും ശാപമാണ്. നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും അത് നശിപ്പിക്കും. അതുകൊണ്ട് അതിനെ വിട്ടൊഴിയുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. മുഹമ്മദ് വെറും കള്ളപ്രവാചകനായിരുന്നു. അവൻ പിശാചിൻ്റെ പണിയാളായിട്ടാണ് ഭൂമിയിൽ ജീവിച്ചത്. അവൻ്റെ വാക്കുകൾ വള്ളിപുള്ളി വിടാതെ അനുസരിച്ചും അവനെ മാതൃകയാക്കിയും നിങ്ങൾ മുന്നോട്ട് പോയാൽ ആത്യന്തികമായി അത് നിങ്ങളുടെ നാശത്തിലേ കലാശിക്കുകയുള്ളൂ. മുഹമ്മദിൻ്റെ ചര്യ അനുസരിച്ച് നിങ്ങൾ ലോകം മുഴുവൻ ഭീകരത വിതച്ചാൽ ലോകം നിങ്ങളെ സഹിക്കുന്നതിനൊരു പരിധിയുണ്ട്. ആ പരിധി കഴിഞ്ഞാൽ അവർ തിരിച്ചടിക്കാൻ തുടങ്ങും. നഷ്ടം നിങ്ങൾക്കായിരിക്കും. അതാണ് ഇപ്പോൾ ഇസ്രായേലിൽ കാണുന്നത്. അതാണ് ഇനി യൂറോപ്പിൽ കാണാൻ പോകുന്നത്. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം. അത്രേ പറയാനുള്ളൂ. ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ നമ്മളെല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തു കാത്തു സൂക്ഷിക്കുമാറാകട്ടെ. അവിടുത്തെ വിലയേറിയ നാമം മാത്രം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ആമേൻ.